ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ത്രെഡിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്തത്. ത്രെഡിങ്ങിൻ്റെ ഒരുപാട് ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇട്ടത്. നമ്മൾ ത്രെഡിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം നമ്മൾ പിടിക്കേണ്ട രീതിയാണ് കേട്ടോ. നമ്മൾ ഐബോളിന് താഴെയായിട്ട് താഴത്തെ കൈയും അതുപോലെ തന്നെ ഐബ്രോസിൻ്റെ ആർച്ച് വരുന്നിടത്തുനിന്ന് ലിഫ്റ്റ് ചെയ്ത് മുകളിലോട്ടും പിടിക്കുക. അപ്പോഴാണ് നമുക്ക് ഐബ്രോസിൻ്റെ ഷേപ്പ് ഇതുപോലെ നമുക്ക് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ത്രെഡ് നല്ലതുപോലെ ത്രെഡിങ് പിടിക്കുന്ന രീതി നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതുപോലെ പിടിച്ച് നല്ലതുപോലെ ചെയ്യുക. നമ്മുടെ ഇവിടെ ചെയ്യുന്ന സ്റ്റാഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചേച്ചി എങ്ങനെ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഐബ്രോസ് ചെയ്യുമ്പോൾ ത്രെഡ് ഹോൾഡ് ചെയ്യണത് ലെഫ്റ്റ് ഹാൻഡിലും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അത് റൈറ്റ് ഹാൻഡിലും ഹോൾഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്നാണ് എപ്പോഴും ചെയ്യുന്നത് ആൾ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഐബ്രോസ് വിസിബിൾ ആയിരിക്കും, അവർക്ക് ക്ലിയർ ആയിട്ട് എടുക്കാം. നോർമലി എടുക്കുന്നത് നമ്മളിങ്ങനെ നിന്നിട്ട് എടുക്കുമ്പോൾ റൈറ്റ് ഐബ്രോസ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് എടുക്കും, ലെഫ്റ്റ് നമ്മൾ ബാക്കിൽ നിന്നിട്ടാണ് എടുക്കാറ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ഐബ്രോസ് കുറേ പേർക്ക് ക്ലിയർ ആവാതെ വരാറുണ്ട്, അതിൻ്റെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാതെ വരും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ഐബ്രോസ് വിസിബിളായിരിക്കും, നമുക്ക് ഷേപ്പ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആദ്യം പൗഡർ ഇട്ട് കൊടുക്കുക, അതിനുശേഷം ഐബ്രോസ് ഇങ്ങനെ എടുക്കുക. താഴെ നിന്നാണ് കേട്ടോ ആദ്യം എടുക്കേണ്ടത്. ദെൻ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ തന്നെ കസ്റ്റമർ വരുമ്പോൾ കസ്റ്റമറോട് ചോദിക്കണം അവർക്ക് എങ്ങനെയാണ്, തിന്നായിട്ടുള്ള ഐബ്രോസ് ആണോ തിക്കായിട്ടുള്ള ഐബ്രോസ് ആണോ വേണ്ടതെന്ന്. ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും എല്ലാവർക്കും ഭയങ്കര തിക്കുള്ള ഒരു ഐബ്രോസ്, ആ ഒരു ഐബ്രോസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിൻ്റെ ഒരു ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറയാറ്. ആരും അങ്ങനെ കട്ടി കുറച്ച് പണ്ടത്തെ പോലെ ഒത്തിരി തിന്നായിട്ടുള്ള ഐബ്രോസ് ഒന്നും ആരും പ്രിഫർ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ ചേച്ചി, ഇപ്പോൾ ഇത് നമ്മൾ ഈ ഓപ്പോസിറ്റ് സൈഡിലെ ലെഫ്റ്റിലത്തെ ഐബ്രോസ് ചെയ്യുമ്പോഴും ചേച്ചി ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഐബ്രോസ് കാണാം. നേരെ ഓപ്പോസിറ്റ് ചെയ്ത ഐബ്രോസിൻ്റെ സെയിം ഷേപ്പിലോട്ട് നമുക്കിത് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് ഐബ്രോസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. മറ്റേത് ബാക്കിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഐബ്രോസിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കാണാത്തതുകൊണ്ട് ചിലപ്പോഴൊക്കെ ചിലർ ചെയ്യുമ്പോൾ തെറ്റ് വരുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ സ്കിന്നാണെങ്കിൽ അത്യാവശ്യം നമ്മൾ നല്ലതുപോലെ ഇടയ്ക്കിടയ്ക്ക് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹെയർ എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതിനുശേഷം രണ്ട് ഐബ്രോസും കറക്റ്റാണെങ്കിൽ നമ്മൾ ഐബ്രോസ് കട്ട് ചെയ്ത് കൊടുക്കാം. സെൻസിറ്റീവ് സ്കിന്നാണെങ്കിലും ഡ്രൈ സ്കിന്നാണെങ്കിലും നമ്മൾ ഐബ്രോസ് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ലൊരു മസാജ് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് കുറച്ചും കൂടി ഒരു റിലാക്സിങ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ ചെയ്യാറ്. ഒത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ചെറിയ നൂലൊക്കെ യൂസ് ചെയ്യുക, അതുപോലെ ഒത്തിരി പ്രഷർ കൊടുക്കാതെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ റെഡിഷ് ആവാതെ ഇരിക്കാനൊക്കെ പറ്റും കേട്ടോ. നമ്മളതുപോലെ തന്നെ അവരോട് ഫോർഹെഡ് എടുക്കണമെന്ന് ചോദിക്കുക, ഫോർഹെഡും കൂടി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു നീറ്റ് ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഓൾറെഡി സൈനോട്